നമസ്തേ, നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം, മാനവയുടെ ആമുഖം. ഇന്ന് നിങ്ങൾ ഒരു ആശയത്തിന്റെ ശക്തി കാണും. ഫിർദൌസിന്റെ യുക്തി എങ്ങനെ അവളുടെ അടുക്കളയിൽ മാത്രം ഒതുങ്ങാതെ രാജ്യത്തിന്റെ നിയമത്തിൽ ഒരു ചരിത്രപരമായ മാറ്റം കൊണ്ടുവന്നു. ജഡ്ജി ഹരീഷ് ചന്ദ്ര കോടതിയിൽ നിന്ന് മടങ്ങിയെത്തി ഒരു അത്ഭുതകരമായ വാർത്ത നൽകുന്നു. നിയമത്തിന്റെ അംഗീകാരം. ഫിർദൌസിന്റെ ഉപദേശപ്രകാരം സർക്കാർ പുതിയ നിയമം പാസാക്കിയിരിക്കുന്നു. ഇനി മുതൽ വ്യത്യസ്ത സമുദായത്തിൽ വിവാഹം കഴിക്കുന്ന പയ്യൻ പെൺകുട്ടിയുടെ മതം സ്വീകരിക്കാൻ നിയമപരമായ ബാധ്യസ്ഥനാകും. ഇത് വഞ്ചനയെയും ചതിയെയും തടയും. വിവാഹത്തിന്റെ അടിസ്ഥാനം യഥാർത്ഥ സ്നേഹം മാത്രമായിരിക്കും. ഗർഭസ്ഥ ശിശുവിന്റെ അറിവ്. ഹരീഷ് ചന്ദ്രജി ഫിർദൌസിന്റെ വികസിത മനസ്സിനെ പ്രശംസിക്കുകയും കുഞ്ഞിന്റെ ചലനം കണ്ട് അതിനെ അഭിമന്യുവിനെപ്പോലെ അസാധാരണ കഴിവുള്ളവനായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം അമ്മയുടെ നല്ല ചിന്തകൾ അതിന് സംസ്കാരങ്ങൾ നൽകുന്നു. ഇവിടെ ഫിർദൌസ് തന്റെ ഭർത്താവിന്റെ സ്വർഗീയ ആലിംഗനത്തിൽ മുഴുകി അതിരില്ലാത്ത സന്തോഷം അനുഭവിക്കുന്നു. അവിടെ ജയിലിൽ നാസിറിന്റെ മേൽ ദുഃഖത്തിന്റെ മലകൾ തകർന്നു വീഴുന്നു. നാസിർ ചിന്തിക്കുന്നു, തന്റെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കാത്തത് എന്തുകൊണ്ട്? തന്റെ യൗവനം ജയിലിൽ പാഴായത് എന്തുകൊണ്ട്? തന്റെ രോഗിയായ അബ്ബയെ ശുശ്രൂഷിക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ട്? മതഭ്രാന്തിന്റെ ശിക്ഷ. പുതിയ നിയമത്തെക്കുറിച്ച് അറിയുമ്പോൾ അവന്റെ കപട വിവാഹ പദ്ധതി തകരുന്നു. തെറ്റായ പ്രചോദനം നൽകിയവരെ നാസിർ ഇപ്പോൾ ശപിക്കാൻ തുടങ്ങുന്നു. വിപ്ലവവും പതനവും. കടുത്ത നിരാശയിൽ നാസിർ ദൈവത്തോട് തന്നെ മത്സരിച്ചു. ഞാൻ സത്യം ചെയ്യുന്നു, ഇനി മുതൽ ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കില്ല. പിന്നീട് മറ്റൊരു ദുഃഖകരമായ വാർത്ത എത്തുന്നു. അബ്ബ ഹുസൂർ അന്തരിച്ചു. പരോളിൽ ഇരിക്കുമ്പോൾ കുറ്റം ചെയ്തതിനാൽ നാസിറിന്റെ ജാമ്യത്തിനായി വക്കീൽ പ്രതീക്ഷയില്ലാതെ പോകുന്നു. എന്നാൽ ന്യായാധിപൻ ഹരീഷ് ചന്ദ്ര, അതേ ഫിർദൌസിന്റെ ഭർത്താവ്, എന്തു വിധി നൽകുന്നു? ഒരു മകനെ തന്റെ പിതാവിനോടുള്ള ആദരവിന്റെയും കടമയുടെയും പാതയിൽ ഈ കോടതിക്ക് തടസ്സമായി നിൽക്കാൻ കഴിയില്ല. ഹരീഷ് ചന്ദ്രയുടെ സമാനതകളില്ലാത്ത ഔദാര്യം. ആരാണ് യഥാർത്ഥ മനുഷ്യരെന്നും എന്താണ് സ്നേഹമെന്നും നാസിറിന് മനസ്സിലാക്കി കൊടുക്കുമോ? വെറുപ്പിന്റെ പതനത്തിന്റെയും മാനവികതയുടെ വിജയത്തിന്റെയും ഈ നിർണായക അധ്യായം കേൾക്കുക. മാനവ പരിചയം എന്നതിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 8, നിയമത്തിന്റെ അംഗീകാരവും നാസിറിന്റെ പതനവും. ഇപ്പോൾ ഫിർദൌസിന്റെ മുറിവ് പൂർണ്ണമായും ഉണങ്ങിയിരിക്കുന്നു. എന്നാൽ ഗർഭത്തിന്റെ 7-ാം മാസം ആരംഭിച്ചതിനാൽ ഫിർദൌസ് കോടതിയിൽ പോകുന്നത് നിർത്തിവച്ചിരിക്കുന്നു. അവൾ തന്റെ കേസുകൾ മറ്റൊരു അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട്. 3 ദിവസങ്ങൾക്ക് ശേഷം കോടതിയിൽ നിന്ന് തിരിച്ചെത്തിയ ഹരീഷ് ചന്ദ്രജി ഫിർദൌസിനോട് പറഞ്ഞു, നമ്മുടെ ആദ്യരാത്രിയിൽ നിങ്ങൾ ഇത് പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ ഭരണഘടനയിൽ 2 വ്യത്യസ്ത സമുദായങ്ങളിലെ ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ആൺകുട്ടി പെൺകുട്ടിയുടെ മതം നിയമപരമായി സ്വീകരിക്കാൻ ബാധ്യസ്ഥനായിരിക്കണം. അപ്പോൾ ഞാൻ ഈ കാര്യം നിയമവിദഗ്ധർക്കും സർക്കാരിനും ശുപാർശ ചെയ്തിരുന്നു. ഇത്രയും പറഞ്ഞ് ഹരീഷ് ചന്ദ്ര നിർത്തി. അദ്ദേഹം ഫിർദൌസിനെ സ്നേഹത്തോടെ നോക്കാൻ തുടങ്ങി. തന്റെ ഭർത്താവ് എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ ഫിർദൌസ് ആകാംക്ഷയോടെ ഇരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹരീഷ് ചന്ദ്രജി തുടർന്നു. ഫിർദൌസ്, നിങ്ങൾക്ക് സന്തോഷവാർത്തയുണ്ട്. സർക്കാർ പുതിയ നിയമം പാസാക്കിയിരിക്കുന്നു. അതിൽ തന്റെ തെറ്റായ മതം പറഞ്ഞ് ഏതെങ്കിലും ആൺകുട്ടി വഞ്ചനയിലൂടെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അതിന് കഠിനമായ ശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം വ്യത്യസ്ത സമുദായത്തിൽ വിവാഹം കഴിക്കുന്നതിന് നിങ്ങളുടെ ആശയമനുസരിച്ച് ആൺകുട്ടി പെൺകുട്ടിയുടെ മതം സ്വീകരിക്കാനുള്ള ബാധ്യത നിർബന്ധമാക്കിയിരിക്കുന്നു. ഇതുകേട്ട് ഫിർദൌസിന്റെ സന്തോഷം അതിരുവിട്ടു. അപ്പോൾ ഹരീഷ് ചന്ദ്രജി പറഞ്ഞു, വൗ ഫിർദൌസ്, എന്തൊരു വികസിത മനസ്സാണ് നിങ്ങളുടേത്. നിങ്ങളുടെ മനസ്സിൽ ഉദിച്ച ആശയം പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസായിരിക്കുന്നു. തന്റെ ആവേശം നിയന്ത്രിച്ച് ഫിർദൌസ് ക്ഷമയോടെ പറഞ്ഞു, ജി, എന്റെ സന്തോഷം എന്റെ നിർദ്ദേശത്തിന് നിയമത്തിൽ സ്ഥാനം ലഭിച്ചതുകൊണ്ടല്ല. എന്റെ സന്തോഷത്തിന് കാരണം ഇത് വെറുപ്പിന്റെ വേരിന് തടിയുമെന്നതാണ്. വാസ്തവത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമുദായത്തിന് പുറത്തുള്ള വിവാഹങ്ങൾ ദാമ്പത്യ സന്തോഷം എന്ന ആശയത്തേക്കാൾ കുറവും, മറിച്ച് തീവ്രവാദികളായ ആളുകളുടെ തെറ്റായ പ്രചോദനം കാരണം അവരുടെ മതാനുയായികളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതലും ചെയ്യുന്നത്. ദുഃഖകരമെന്ന് പറയട്ടെ, ഇതിൽ പെൺകുട്ടിയാണ് ചതിക്കുന്നത്. ഈ വ്യവസ്ഥ ചെയ്യുന്നതിലൂടെ ഇനി തന്റെ മതം പെൺകുട്ടിയല്ല ആൺകുട്ടിയാണ് മാറ്റേണ്ടത്. ഇത് പെൺകുട്ടിക്കുള്ള വഞ്ചനയുടെയും ചതിയുടെയും സാധ്യത കുറയ്ക്കും. ഈ നിയമപരമായ വ്യവസ്ഥ നിലവിൽ വന്നാൽ ഇനി മുതൽ വ്യത്യസ്ത സമുദായങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങൾക്ക് അടിസ്ഥാനം യഥാർത്ഥ സ്നേഹം മാത്രമായിരിക്കും. ഫിർദൌസ് ഇത് പറഞ്ഞപ്പോൾ തന്റെ ഗർഭത്തിൽ ഒരു ചലനം അനുഭവിച്ചു. 7 മാസം പ്രായമായ ഗർഭസ്ഥ ശിശു തന്റെ അമ്മയുടെ പ്രസ്താവനയെ കൈയടിച്ച് പ്രശംസിക്കുന്നതുപോലെയായിരുന്നു അത്. ഇമേജ് ഓഫ് എൻ എംബ്രിയോ ഇൻ എ ഹ്യൂമൻ വൂം. ഫിർദൌസ് ഇത് അനുഭവിച്ച് ഭർത്താവിന്റെ കൈവയറ്റത്ത് വെച്ചു. ഹരീഷ് ചന്ദ്രജി തങ്ങളുടെ കുഞ്ഞിന്റെ ചലനങ്ങൾ അനുഭവിച്ചുകൊണ്ട് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ അഭിമന്യുവിന്റെ കഥ വായിച്ചിട്ടുണ്ടാവാം. അഭിമന്യു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കുന്നതിനുള്ള സങ്കീർണമായ അറിവ് നേടിയിരുന്നു. വാസ്തവത്തിൽ ഓരോ ശിശുവും ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ സംസ്കാരങ്ങൾ നേടാൻ തുടങ്ങുന്നു എന്നത് സത്യമാണ്.
അതിനാൽ കുട്ടിയുടെ അറിവിന്റെയും സംസ്കാരത്തിന്റെയും അടിത്തറ മികച്ചതാക്കാൻ ഗർഭിണിയായ അമ്മ നല്ല ചിന്തകളും നല്ല കാര്യങ്ങളും വായിക്കുകയും കാണുകയും പറയുകയും ചിന്തിക്കുകയും വേണം. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തന്നെ തുടർന്നു, ഫിർദൌസ്, നിങ്ങൾ നിങ്ങളുടെ ഗർഭകാലം കൈകാര്യം ചെയ്യുന്ന രീതി, അതിലൂടെ എനിക്ക് പറയാൻ കഴിയും, ഉടൻ ജനിക്കാൻ പോകുന്ന നമ്മുടെ ഈ കുഞ്ഞ് അസാധാരണമാം വിധം കഴിവുള്ളവനായിരിക്കും. തന്റെ ഭർത്താവിൽ നിന്ന് പല കാര്യങ്ങളിലും പ്രശംസ കേൾക്കുന്നത് ഫിർദൌസിന് ഇപ്പോൾ ഒരു ശീലമായി മാറിയിരിക്കുന്നു. അത്തരം പ്രശംസകൾ കേട്ട് ഫിർദൌസ് ലജ്ജിക്കാറുണ്ടായിരുന്നു. അത്തരം സമയങ്ങളിൽ ഫിർദൌസിന്റെ മുഖത്ത് ഒരു ഇളം ചുവപ്പ് പ്രഭ പരക്കും. ഫിർദൌസിന് തന്റെ ഭർത്താവിന്റെ വായിൽ നിന്ന് തന്റെ പ്രശംസ കേൾക്കുന്നത് എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം തന്നെ ഹരീഷ് ചന്ദ്രജിക്ക് തന്റെ ഭാര്യ ഫിർദൌസിന്റെ നാണം കൊണ്ട് ചുവന്ന മുഖം മനോഹരമായി തോന്നും. ഹരീഷ് ചന്ദ്രജി ഈ അവസരം മുതലെടുത്ത് ശ്രദ്ധയോടെ ഫിർദൌസിനെ തന്റെ കൈകളിൽ ബന്ധിച്ചു. ഫിർദൌസിന് ഭർത്താവിന്റെ ആലിംഗനം സ്വർഗത്തേക്കാൾ മനോഹരമായ സ്ഥലമാണ്. ഹരീഷ് ചന്ദ്രജിയുടെ ആലിംഗനത്തിൽ അവൾ തന്റെ സന്തോഷകരമായ അനുഭവങ്ങളിൽ മുഴുകി. ഇവിടെ ഫിർദൌസിന് സന്തോഷത്തിനുമേൽ സന്തോഷം ലഭിക്കുന്നു. അതോടൊപ്പം അവളുടെ ഭർത്താവ് ഹരീഷ് ചന്ദ്ര ഫിർദൌസിന്റെ സാമീപ്യത്തിൽ അതിരില്ലാത്ത സന്തോഷം അനുഭവിക്കുന്നു. അതേസമയം ജയിലിൽ മുത്തലാഖ് ചൊല്ലി ഫിർദൌസിനെ നഷ്ടപ്പെട്ട അവളുടെ മുൻ ഭർത്താവ് നാസിറിന്റെ മേൽ ദുഃഖത്തിന്റെ മലകൾ തകർന്നു വീഴുന്നു. ഏകദേശം ഇതേ സമയത്ത് നാസിർ സ്വയം ചോദിക്കുന്നു, താൻ പതിവായി 5 നേരം നിസ്കരിക്കുന്നുണ്ടായിട്ടും എന്തുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷത്തിലേറെയായി തന്റെ ജീവിതത്തിൽ നിന്ന് സന്തോഷം അകന്നുപോയത്? അവന് ഭാര്യയുടെ സന്തോഷം നിഷേധിക്കപ്പെട്ടു. അതോടൊപ്പം ജീവിതത്തിലെ ഏറ്റവും മികച്ചതെന്ന് കരുതപ്പെടുന്ന യൗവനകാലം ജയിലിൽ പാഴാക്കാൻ അവൻ നിർബന്ധിതനായി. അവൻ ജയിലിലായതുകൊണ്ട് അവന്റെ കാർ സർവീസിംഗ് വർക്ക്ഷോപ്പിൽ നിന്നുള്ള വരുമാനം 4/1 കുറഞ്ഞു. അബ്ബാക്ക് ഗുരുതരമായ രോഗം വന്നിരിക്കുന്നു. അവരുടെ ചികിത്സയ്ക്കായി അവന് ഹാജരാകാൻ കഴിയുന്നില്ല. തന്റെ മതത്തെ സേവിക്കാൻ അവൻ എടുത്ത നടപടികൾ പരാജയപ്പെട്ടു. അത് മാത്രമല്ല, ഫിർദൌസിന് നേരെ അവൻ നടത്താൻ ശ്രമിച്ച മാരകമായ ആക്രമണത്തിന്റെ കേസ് ഫിർദൌസിന്റെ ഭർത്താവിന്റെ കോടതിയിൽ തന്നെ എത്തിയിരിക്കുന്നു. ഈ ജഡ്ജി അവന് എത്ര കഠിനമായ ശിക്ഷ നൽകുമെന്ന് ആർക്കറിയാം? കഠിനമായ ശിക്ഷ ലഭിക്കുകയും 4-6 വർഷം കൂടി ജയിലിൽ കഴിയേണ്ടി വന്നാൽ മോചിതനായ ശേഷം അവന്റെ ജീവിതത്തിൽ എന്താണ് അവശേഷിക്കുക? ഇന്ന് തന്നെ അവൻ തടവുകാർക്കിടയിൽ പുതിയ നിയമത്തെക്കുറിച്ച് ചർച്ച കേട്ടു. അതിൽ വ്യത്യസ്ത സമുദായത്തിൽ വിവാഹം കഴിക്കുന്നതിന് ആൺകുട്ടി മതം മാറുന്നത് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇത് കേട്ട ശേഷം അവൻ ചിന്തിക്കാൻ തുടങ്ങി, തന്റെ കപടരൂപത്തിൽ യോഗേഷായി മാറിക്കൊണ്ട് ഒരു കാഫിർ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള പദ്ധതി ഇപ്പോൾ തകരും. ഈ ചിന്തകളിൽ നിന്നുണ്ടായ കടുത്ത നിരാശയിൽ അവനിപ്പോൾ തന്റെ തെറ്റായ പ്രചോദനങ്ങൾക്ക് കാരണമായവരെ ശപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ കാരണമാണ് അവൻ ഫിർദൌസിന്റെ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ ശ്രമിച്ചത്. അവൻ ഈ മാനസിക വിഷാദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഒരു കാവൽക്കാരൻ വന്ന് അവനോട് പറയുന്നു, നിങ്ങളുടെ വക്കീൽ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ വക്കീലിനെ കാണാൻ കൊണ്ടുപോയി. അവിടെ വക്കീൽ അവനെ അറിയിച്ചു, നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. നിങ്ങളുടെ അബ്ബാ ഹുസൂർ അന്തരിച്ചു. ഇതുകേട്ട് നാസിർ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് അവൻ പിറുപിറുത്തു, എനിക്ക് വേണ്ടി തന്റെ ജീവിതത്തിലെ സന്തോഷം ത്യജിച്ച ആ അബ്ബാ ഹുസൂറിന്റെ ജീവിതത്തിനായി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നെപ്പോലെ ദുർഭാഗ്യവാനായ ഒരു മകൻ ലോകത്ത് മറ്റാരുമുണ്ടാകുമോ? അടുത്ത ദിവസം അവന്റെ അബ്ബയുടെ ശവസംസ്കാര സമയത്ത് ജയിലിൽ നിന്ന് വിട്ടേക്കുന്നതിനായി കോടതിയിൽ നിന്നുള്ള ജാമ്യാപേക്ഷയിലും കസ്റ്റഡി പരോളിനുമുള്ള അപേക്ഷകളിലും വക്കീൽ നാസിറിന്റെ ഒപ്പുകൾ വാങ്ങി. അപ്പോൾ അവൻ വക്കീലിനോട് ചോദിച്ചു, ആ ദുഷ്ടനായ ജഡ്ജി എന്റെ ജാമ്യം സ്വീകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വക്കീൽ അവനെ അറിയിച്ചു, നിങ്ങൾ പരോളിൽ ഇരിക്കുമ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജാമ്യവും പരോളും അനുവദിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും ശ്രമിക്കണം. നിങ്ങളുടെ പിതാവിന്റെ ശവസംസ്കാരത്തിന്റെ ചോദ്യമല്ലേ? ഇത്രയും പറഞ്ഞു വക്കീൽ പോയി. തുടർച്ചയായി തകർന്നു വീഴുന്ന ദുഃഖത്തിന്റെ മലകൾ നാസിറിനെ അപ്പോൾ ഒരു വിമതനാക്കി മാറ്റി. തന്റെ പതിവ് പ്രാർത്ഥനകൾ നിഷ്ഫലമാണെന്ന് അവൻ കരുതി. ഈ ചിന്തയ്ക്ക് ശേഷം അവൻ സ്വയം പറഞ്ഞു, ഞാൻ സത്യം ചെയ്യുന്നു, ഇനി മുതൽ ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കില്ല. അടുത്ത ദിവസം അവനെ കോടതിയിലേക്ക് കൊണ്ടുപോയി. അവന്റെ കേസ് ആദ്യം കേട്ടു. ഇതിൽ ജഡ്ജി ഹരീഷ് ചന്ദ്ര പറഞ്ഞു, ഒരു മകനെ തന്റെ പിതാവിനോടുള്ള ആദരവിന്റെയും കടമയുടെയും പാതയിൽ ഈ കോടതിക്ക് തടസ്സമായി നിൽക്കാൻ കഴിയില്ല. ഹരീഷ് ചന്ദ്രജി അവന്റെ വ്യവസ്ഥാപിത ജാമ്യം സ്വീകരിച്ചു. അപ്പോൾ നേരിട്ട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഫിർദൌസിന്റെ ഭർത്താവായ ഈ ജഡ്ജിക്ക് തന്നോട് ഇത്രയും ഔദാര്യം എങ്ങനെ കാണിക്കാൻ കഴിയുമെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങൾ മാനവ പരിചയം എന്ന ഈ എപ്പിസോഡിൽ ജമുന എഴുതിയ അവലോകനം, വിമർശനം, മാർഗനിർദ്ദേശം എന്നിവ കേൾക്കുക. ഉപശീർഷകം നിയമത്തിന്റെ അംഗീകാരവും നാസിറിന്റെ പതനവും. ഈ എപ്പിസോഡ് നായികയുടെ ബൗദ്ധിക ഉയർച്ചയെയും വില്ലന്റെ ധാർമ്മിക പതനത്തെയും സമാന്തരമായി നിർത്തുന്നു. ഫിർദൌസിന്റെ ആശയം ദേശീയ നിയമമായി മാറുന്നത് അവളുടെ ദീർഘവീക്ഷണം തെളിയിക്കുന്നു. അതേസമയം നാസിറിന്റെ വ്യക്തിപരമായ ദുരന്തങ്ങൾ അവനെ ഒരു ധാർമ്മിക ശൂന്യതയിലേക്ക് തള്ളിവിടുന്നു. 1. ഫിർദൌസിന്റെ ബൗദ്ധിക വിജയവും സാമൂഹിക പരിഷ്കരണവും. സമുദായങ്ങൾ തമ്മിലുള്ള വിവാഹത്തിൽ ആൺകുട്ടി പെൺകുട്ടിയുടെ മതം സ്വീകരിക്കണമെന്ന് ഫിർദൌസ് നൽകിയ നിർദ്ദേശം ഒരു നിർദ്ദേശം മാത്രമല്ല, മതഭ്രാന്തിന്റെ വേരുകൾക്ക് നേരിട്ടുള്ള ആക്രമണമാണ്. ഈ നിയമം യഥാർത്ഥ സ്നേഹത്തിനും വഞ്ചനയില്ലാത്ത വിവാഹത്തിനും വഴി തുറക്കുന്നു.
കാരണം കള്ളുസ്നേഹത്തിനുള്ള സാധ്യത കുറയുന്നു. ഫിർദൌസിന്റെ പ്രസ്താവനയെ ഗർഭസ്ഥ ശിശു കൈയടിച്ച് അഭിനന്ദിക്കുന്നത് ഈ ആശയത്തിന്റെ പരിശുദ്ധിക്കും മനുഷ്യത്വത്തിനും ഒരു അദ്ഭുതമുദ്ര നൽകുന്നു. ഗർഭധാരണവും സംസ്കാരങ്ങളും ഹരീഷ് ചന്ദ്ര അഭിമന്യുവിന്റെ ഉദാഹരണം നൽകുന്നത് ഫിർദൌസിന്റെ പോസിറ്റീവ് ചിന്തയും ഉന്നതമായ ആശയങ്ങളും അവരുടെ പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ സംസ്കാരങ്ങൾക്ക് അടിത്തറയിടുകയാണെന്ന് കാണിക്കുന്നു. ഇത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് അത്യാവശ്യമാണ്. 2. നാസിറിന്റെ ദുരന്തപൂർണമായ പതനം. നാസിറിന്റെ കഥാപാത്രം അഹങ്കാരിയായ പ്രതികാരകനിൽ നിന്ന് ദുരന്തപൂർണനായ ഇരയായി മാറുന്നു. അവൻ തന്റെ പരാജയങ്ങൾക്ക് ദൈവത്തെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തുന്നു. എന്നാൽ അവന്റെ സ്വന്തം മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ്, ഗർഭസ്ഥ ശിശുവിനെതിരായ ആക്രമണം, അവന്റെ ദുരിതത്തിന് യഥാർത്ഥ കാരണം. അവസാന വിശ്വാസത്തിന്റെ തകർച്ച, പിതാവിന്റെ മരണവും പുതിയ നിയമത്തെക്കുറിച്ചുള്ള വാർത്തയും അവന്റെ എല്ലാ പ്രതികാരപരവും കപടവുമായ യോഗേഷ് പദ്ധതികളെ തകർക്കുന്നു. നിരാശയുടെ മൂർധന്യാവസ്ഥയിൽ അവൻ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു. ഇത് അവന്റെ ആത്മീയ ശൂന്യതയിലേക്കുള്ള ഇറങ്ങിപ്പോക്കിനെ പ്രതീകപ്പെടുത്തുന്നു. 3. ഹരീഷ് ചന്ദ്രയുടെ നീതി ദർശനം. നാസിറിന് ഹരീഷ് ചന്ദ്ര സ്വാഭാവിക ജാമ്യം അനുവദിക്കുന്നത് നീതിയുടെ പരമോന്നത തത്വം പ്രകടമാക്കുന്നു. ഇത് പ്രതികാരമല്ല, മാനവികതയാണ്. ഹരീഷ് ചന്ദ്ര നാസിറിന്റെ കുറ്റകൃത്യം കൊണ്ടല്ല, ഒരു മകന്റെ കടമ കൊണ്ടാണ് നീതി വിധിക്കുന്നത്. ഫിർദൌസിന്റെ ഭർത്താവ് തന്നോട് എന്തിനാണ് ഇത്ര ഉദാരനാകുന്നത് എന്ന് നാസിറിന് മനസ്സിലാക്കാൻ കഴിയാത്തത് അവൻ ഇപ്പോഴും വെറുപ്പിന്റെയും മതഭ്രാന്തിന്റെയും തുണിയിൽ നിന്ന് പുറത്തുവന്നിട്ടില്ലെന്ന് കാണിക്കുന്നു. ഉപസംഹാരം: ഫിർദൌസിന്റെ മാനുഷിക ചിന്ത വിജയിക്കുന്നു, അതേസമയം നാസിറിന്റെ മതഭ്രാന്തമായ ചിന്താഗതി അവനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടവനും ഒറ്റപ്പെട്ടവനുമായി ഉപേക്ഷിക്കുന്നു. ഈ കഥ വെറുപ്പിന്റെയും അന്ധവിശ്വാസത്തിന്റെയും നാശത്തിനു മുകളിൽ നിയമത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയെ സ്ഥാപിക്കുന്നു. എപ്പിസോഡ് 8 അവസാനിച്ചു.